അപ്പാവേ അപ്പാവേ എന്റെ ദൈവമേ. എടാ അപ്പാവേ കുനിഞ്ഞിരിക്കാം. എടാ അപ്പാവി നീ വന്നെടാ. എന്താണ് അതിനൊരു പരിഹാരം നീ പറ. എന്റെ പൊന്നു മുതലാളി, ഞാൻ ഈ കാറ്റ് നിസ്സഹായനാന്നേ. വിളിക്കാന്നോടത്തൊക്കെ വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാലെങ്ങനെയാ? ബന്ധുക്കളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട്. ചെക്കന്റെ വീട്ടുകാർ ഇപ്പൊ വരും. അതിനു മുമ്പ് വെള്ളം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ മുതലാളി മരിക്കുന്ന എന്താ പറഞ്ഞേ? 6 മണിയാകാതെ ഒന്നും നോക്കണ്ട. 6 മണിയോ? 6 മണിക്ക് വന്നാ ഭാഗ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മുതലാളി ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? ബന്ധുക്കളുടെ മുമ്പിൽ നാണം കെട്ടുന്ന അതല്ല, വേറൊന്നും. മരിക്കൂന്ന് പറഞ്ഞതാ. അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നെ വിളിക്കണ്ട, എന്നോടൊന്നും പറയണ്ട. ഞാൻ ഈ നാട്ടുകാരനല്ല. പിന്നെ താനേത് കോത്താഴ്ത്താരനാണോ? ഞാനേ സുഡാനിയ, ഫ്രം നൈജീരിയ. താൻ സുഡാനിന്ന് നൈജീരിയ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. അതിനെന്തിനാ എന്നെ കാണുന്നത്? വേറെ എന്തോരം ആൾക്കാരുണ്ട് തനിക്ക് കാണാൻ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സുബ്രഹ്മണ്യന്റെ അച്ഛനെ ചെന്ന് കാണ്, അയാൾ ചാകാൻ കിടക്കുക. എടോ, തന്നെ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആക്കിയത് എന്തിനാണോ? പിന്നെ നിങ്ങൾക്ക് വെള്ളം കോരി തരാനും വിറക് തരാനും അല്ലേ എന്നെ സെക്രട്ടറി ആക്കിയത്. ഒന്ന് പോ സുധാകര. നീ ഇങ്ങോട്ട് വരൂലോ, അപ്പൊ ഞാൻ കണ്ടോളാം. ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. അതാ നല്ലത്. ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കി എന്റെ ദൈവമേ. സാറേ, ഈ മയിലിക്കുറ്റിയുടെ വിശേഷം പറഞ്ഞു തീർന്നില്ലേ? ഇല്ല, കുറച്ചും കൂടി വിശേഷം പറഞ്ഞു തീരാനുണ്ട്. ഇത് മുഴുത്ത വട്ടാ. ഓട്ടെ. ഇന്നത് തീരുമെന്നാ തോന്നുന്നത്. കഴിഞ്ഞു സുബു, വെടി ബൊഗൻ തീർന്നു, മനസമാധാനായി. പോയോ അപ്പാ? എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. പോകുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം തരാൻ പറ്റില്ലല്ലോ. അപ്പാ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്നെ കൂടി കൊണ്ടുപോവാ, എന്നെ കൂടി കൊണ്ടുപോവാ. നിങ്ങൾ ഇത് എങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം ഈ പറയുന്നത്? ഇതെന്താ മെട്രോ ട്രെയിനോ? ടിക്കറ്റ് എടുത്ത് കൂടെ കൊണ്ടുപോകാൻ? കിടപ്പ് കണ്ട, നമ്മളപ്പടെ കിടപ്പ് കണ്ട. എന്റെ മനുഷ്യ, ചത്ത് കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ തന്നെയാ കിടക്കുന്നത്. നിങ്ങളുടെ അപ്പനെ ചത്തതല്ല, കിടന്ന് കിടന്നേ ജനിച്ചതാ. അതുകൊണ്ടേ വാ മൂടിയിരിക്ക, മനുഷ്യനെ വെറുതെ നാണക്കേടുണ്ടാക്കാതെ. അങ്ങനെ പിടിക്ക്, എന്നിട്ട് ഇതിനെ താഴേക്ക് ഇറക്കി കിടത്ത്. എഴുന്നേറ്റ് പിടിക്ക്. തണ്ണി വേണം. തണ്ണി കൊണ്ടുവന്ന് അപ്പാവെ തളിച്ച് അപ്പാവിടെ ആത്മാവെ മുകളിലോട്ട് വിട്ടിട്ട് വേണം താഴേക്ക് ഇറക്കി കിടത്താൻ. എന്നാ അവിടെ ഇരുന്നേ മേലെ കൂട്ടിട്ട് വാ, മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ. അയ്യോ അയ്യോ, എന്നാ പറ്റി സാറേ? ജസ്റ്റ് ഒന്ന് മിസ്സായതാ. ഇപ്പൊ മത്സരമൊന്നും ഇല്ലായോ? മിസ്റ്റർ യൂണിവേഴ്സ് കോntest ഒന്നുണ്ടല്ലോ. സാറ് മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പോവുകയാണ്. അല്ല, ഈ കാണാൻ പോകുന്നതിനും ബോഡി ഇങ്ങനെ അടിച്ച് പെരുപ്പിച്ച് വെക്കണോ? പിന്നെ അത് ഇത് ഇങ്ങനെ വീർപ്പിച്ച് കാണിച്ചാലേ ഗാലറി ഇരുന്നാലേ എന്തൊരു ലുക്ക് ഉണ്ടാവും അറിയാവോ? ടിവിയിലും പിന്നെ കാണിക്കും, നല്ല വളരെ രസമുണ്ടാവും. ഈ ബോഡിയുടെ പ്ലേ ഒന്നും ഉണ്ടല്ലോ, അത് നിനക്കൊന്ന് കാണിച്ചു തരാം. എന്റെ പൊന്നു സാറേ, ഉള്ള പ്ലേ തന്നെ കാണാൻ എനിക്ക് സമയം തികയുന്നില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ നടക്കുന്ന പ്ലേ എന്തായി നോക്കിട്ട് വരാം. ബോഡി സെൻസ് ഇല്ലാത്ത ഒരു സ്റ്റെപ്പ്. നീയേ നായരാണോ മേനോനാണോ? ഇതായി ഇപ്പൊ നന്നായി. അടിമപ്പണിയാണ് ഇവിടെ ചെയ്യണമെങ്കിലും നാം നല്ല ഒന്നാം തരം അസല് നമ്പൂരിയാണ്. നമ്പൂതിരിയാ? കടവുളെ കാത്തു. എന്നിട്ട് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചു. ഈ ഓള വിശ്വസിച്ചു. അല്ല, ഏതാ അപ്പാവിടെ ഇല്ലം? കേട്ടിട്ടില്ലേ? മേമന. മേമനയിലെ വാസുദേവൻ തിരുമേനയുടെ ആരായിട്ട് വരും? ആരായിട്ട് വേണമെങ്കിലും വരാം, എവിടെ വരണോന്ന് പറഞ്ഞാ മതി. പക്ഷെ നമ്പൂതിരിയായിട്ടല്ല. കൊച്ചൗസേപ്പ് മാപ്പിളയുടെയും വെറോനിക്കയുടെയും 12ാമത്തെ മകൻ. മുഴുവൻ പേര് അപ്പാവി കൊച്ചൗസേപ്പ് മേമന. മുട്ടാളാ, നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കായിരുന്നു അല്ലേ? വെള്ളത്തിന്റെ കാര്യം നമ്പൂതിരി നായരൊന്നും ഇല്ലതാ. നീ അപ്പാ കടവുളെ തണ്ണി. സാറാ, നീ അവിടെ എന്തെടുക്കുക? സാറാ, വരുന്നു
ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാ? ആകെ ഒരു കുപ്പി വെള്ളം കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ തീർക്കണ്ടേ? അതാണെങ്കിൽ കയ്യിൽ നിന്ന് മറിഞ്ഞും പോയി. ആ പോട്ടെ, സാരമില്ല. ഇതൊന്നും സ്പ്രേ ഉണ്ടോ ഇവിടെ? എല്ലാം തരാം, നീ പെട്ടെന്ന് റെഡി ആയിട്ടിറങ്ങി, ലേറ്റ് ആയി. അയ്യടാ, എല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ വേഗം ഒഴിവാക്കണം അല്ലേ? അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ അല്ലേ? അതല്ല മോളെ. പിന്നെ ഏതല്ല? ഇതൊക്കെ നിങ്ങളുടെ കോമൺ സ്വഭാവ. അതെന്റെ ഭർത്താവട്ടെ, എന്റെ സ്വീറ്റ് കാമുകൻ രാഹുൽ ആവട്ടെ, ഒരു വ്യത്യാസവും ഇല്ല. അയ്യോ എന്റെ പൊന്നു മോളെ, പയ്യ മതി. അങ്ങനെ വഴിക്ക് വാ, എനിക്കൊരു 10 മിനിറ്റ് കൂടെ സമയം വേണം. ഓക്കെ? ഓ മാറണം. ആരോ വന്നിട്ടുണ്ട്, ചുണ്ടാക്കല്. ഞാൻ പോയി നോക്കട്ടെ. ആ രാഹുൽ, സ്വാമിയോ? എന്താ സ്വാമി? തണ്ണി കിടക്കുമാ, ഒരു മുന്ത മതി. എന്റെ സ്വാമി, പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വീട്ടിലെ പൈപ്പിലും വെള്ളമില്ല. ഇനി എന്നാ ചെയ്യും? ആ മാലതിയോടോ അപ്പാവിയോടോ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറയാമല്ലായിരുന്നോ? വേണ്ട വേണ്ട, ശുദ്ധമില്ലാത്ത ഇനങ്ങളാ. രാഹുൽ വന്നാണ് പോയോ? ആരാ അത്? വൈഫ്, ഭാര്യ, പൊണ്ടാട്ടി. 3 പേരുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. അപ്പൊ പൊണ്ടാട്ടി മട്ടും. പൊണ്ടാട്ടിക്ക് കോൾഡ് ആണല്ലേ? സൗണ്ടിനൊരു മാറ്റം. അതെ, കോൾഡ്, ജലദോഷം. രണ്ടും ഉണ്ടോ? ഇല്ല, കോൾഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് തുളസി വെള്ളം തിളപ്പിച്ചു കൂടെ, കോൾഡിന് ബെസ്റ്റാ. ഇനി എനിക്കുള്ള വെള്ളം എവിടുന്ന് കൊണ്ടുവരും? എന്റെ മോളെ ഇതുവരെ റെഡിയായില്ലേ? 5 മിനിറ്റ് ഇപ്പൊ കഴിയും. പെട്ടെന്നാവട്ടെ. പിടിച്ചതിനെക്കാട്ടം വലുത് ആളയിലെന്ന് പറഞ്ഞ പോലെ കുഞ്ഞേട്ടൻ വന്നതിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് വേണം മനസ്സന്മാരുടെ 2 അടിക്കാൻ. ഇങ്ങനൊരു പറ്റിയല്ലോ. ഇതിലും വലുത് ഏതാണ്ട വരായിരുന്ന മോനെ. ഇതിലും വലുത് എന്ത് വരാൻ? അവള് പിടിക്കണവളെ. അവിടെ കിടന്നോളാം. കുടുംബം കലക്കി വക്കീലാണല്ലോ. ഇവിടെ ആരുടെ കുടുംബം കലക്കാനുള്ള വരവാണാവോ? എന്താടോ ഗേറ്റിന്റെ അടുത്ത് കണ്ടില്ലല്ലോ? അത് പിന്നെ ഹർത്താലില്ലയോ മാഡം? ആ കൂടി വരാനുള്ളത് പാൽക്കാരനും പത്രക്കാരനുമാണ്. പത്രക്കാരൻ രാവിലെ ഒന്നിച്ചു പോയി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് പാൽക്കാരനായിരിക്കും. തനിക്ക് ഈ കോട്ട് കണ്ടിട്ട് ഞാൻ പാൽക്കാരനാണെന്ന് തോന്നിയോ? ഓ, എന്നാ ഇട്ടാലെന്നാ? കോർട്ടില് പുലിയല്ലയോ? എന്നാന്നറിയോ മാഡം, ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവരെയൊക്കെ നന്നായിട്ട് തപ്പി ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വിടാവുള്ളെന്ന് അസോസിയേഷൻ ഒരു പ്രത്യേക തീരുമാനമുണ്ട്. അതുകൊണ്ടാ. എന്നാ വാടോ, വന്ന് തപ്പി നോക്ക്. ഇല്ല, മേഡം എത്ര നിർബന്ധിച്ചാലും ഞാൻ മേഡം തപ്പത്തില്ല. എനിക്ക് മേഡത്തെ വിശ്വാസം. ഏതായാലും ഞാൻ പോയിട്ട് വന്നിട്ട് തനിക്കൊരു പണി തരുന്നുണ്ട്. കർത്താവേ, കുരിശായോ? ഇപ്പൊ താനെന്താ വിളിച്ചത്? ഞാൻ കർത്താവിനെ വിളിച്ചാ മേഡം. അല്ല, നീ എന്നെ കുരിശെന്നാ വിളിച്ചത്. നീ ഒരുങ്ങിയിരുന്നു, ഞാൻ ഇപ്പൊ വരുന്നുണ്ട്, കാണിച്ചു തരാം. പണി തരുമ്പോ എന്തായാലും ഈ സെക്യൂരിറ്റി പണി ഒന്ന് ഒഴിവാക്കി തരണേ. ചുമ്മാതല്ലേ ഇവരെ കുടുംബം കലക്കി വക്കീൽ എന്ന് വിളിക്കുന്നത്. ആരാ? ഐ എം അഡ്വക്കേറ്റ് ബാല. ധാരാളം കണ്ടിട്ടുണ്ട്. സന്ധ്യക്ക് ചാനലിരുന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് ബാലയല്ലേ? എന്താ സ്ത്രീ എന്ന് പറയുമ്പോ തനിക്കൊരു പുച്ഛം? ഒരു പുച്ഛമില്ല, ആദരവ് മാത്രം. വലിയ ആ, അത് താൻ പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നി. ഇത് ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സ് വാങ്ങുകയല്ല വേണ്ടത്, സിംഗിൾ പെറ്റീഷൻ മൂവ് ചെയ്യണം. കോടതി കയറാതെ തന്നെ ഒരുപാട് പ്രാവശ്യം മൂവ് ചെയ്തതാ. വേണ്ട. എന്തിനാ ബാല നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ? ഇങ്ങനെ പറഞ്ഞ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും? മിണ്ടണം, പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണം മിണ്ടാൻ. അത് നിങ്ങളുടെ ഭാര്യ കുറെ അറിഞ്ഞതല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു കെൽപ്പും ഇല്ലാത്ത നിങ്ങളെ ഇട്ടേച്ച് ഡിവോഴ്സും വാങ്ങി പോകുന്നത്. എനിക്ക് കെൽപ്പില്ല എന്ന് മാത്രം അവള് പറയത്തില്ല അല്ലേടി. പിന്നെ എന്റെ ഒറ്റ കെൽപ്പ് മാത്രം പോരാൻ തോന്നി തുടങ്ങിയപ്പോ കൂട്ടക്കൽപ്പിനായിട്ട് ഡൈവേഴ്സ് വാങ്ങിച്ചു പോവാ. നീ എന്താ മഞ്ജു, ഇയാൾ ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? അതാണ് യഥാർത്ഥ ഭാര്യ. ഭർത്താവ് സംസാരിക്കുന്നിടത്ത് വലിഞ്ഞേറി ഒന്നും പറയത്തില്ല. അരവിന്ദ് മതി, ഷീ ഈസ് മൈ ഗസ്റ്റ്. നിർത്തി, കംപ്ലീറ്റ് നിർത്തി. ഈ പരസ്പര സഹകരണത്തിലാണല്ലോ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പുഷ്കലത ഇരിക്കുന്നത്. പേപ്പറൊക്കെ റെഡിയെങ്കിൽ തന്നേക്ക്, ഞാൻ ഒപ്പിട്ടേക്കാം. ഞാനായിട്ട് ആരുടെയും ഭാവിയും ഭർത്തവാനൊന്നും കളഞ്ഞു എന്നുള്ള പരാതി വേണ്ട. നീയെങ്കിലും പോയി നന്നാവ്. 5 വർഷം മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ രണ്ടുപേരും ഒപ്പുവയ്ക്കാൻ നിന്നതാ. ഇപ്പൊ ഓർമ്മ വരുന്നു.
അഡ്വക്കേറ്റ് ബാല എന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ജോയിന്റ് പെറ്റീഷൻ ആകുമ്പം നിങ്ങൾക്ക് ഫീസ് ഞാനും കൂടെ തരണം. ഇതിന് ഞാൻ ഫീസ് മേടിക്കുന്നില്ല. അത് വേണ്ട, ഫ്രീ ആയിട്ടൊരു ഡൈവേഴ്സ് മേടിച്ചു തന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു കടപ്പാടായിരിക്കും. ഫീസ് എത്രയാന്ന് വെച്ചാൽ പറ, ഞാൻ തന്നേക്കാം. ഇയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ ഇവനൊന്നും ഒരു വിലയില്ല. നീണ്ട 5 വർഷത്തെ ദാമ്പത്യ ബന്ധം നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ്.